ഞങ്ങളെ മേഖലയിലത് പാഠം പഠിച്ചോട്ടെ എന്നല്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് എം ഐ എന്ന് പറഞ്ഞത്. ഞങ്ങൾ പാഠം പഠിച്ചോട്ടെ അത് പറഞ്ഞത് അത് ഞങ്ങളെ മേഖലയല്ല, അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കണില്ല. അതെ, മുമ്പ് ജമാഅത്തെ ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ടാവും, എതിർക്കേണ്ടതാണല്ലോ. അത് മുക്കം പൈസ അല്ല, ആര് പറഞ്ഞാലും ഞങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കാതെ പോയി. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യേണ്ടത് ആദർശ വ്യതിയാനങ്ങളെ വളരെ ശക്തമായി എതിർക്കുകയും അത് ഒരു തരത്തിൽ വിദ്യാർത്ഥികൾക്കിടെ കടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു സംഘടനയാണ് സംസ്കാരം. അപ്പൊ മാറിയ കാലത്ത് പലവിധ സംഘടനകൾ രാഷ്ട്രീയത്തിലൊക്കെ ആയിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ കാലത്ത് എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? അതായത് ഇസ്ലാം മതത്തിലുള്ള വ്യതിയാനങ്ങളല്ലേ, ആ വ്യതിയാനങ്ങളെ നമ്മളെപ്പോഴും എതിർക്കുമല്ലോ. അതിനെ ഇന്നും എതിർക്കുന്നുണ്ട്, ഇന്നും എതിർക്കുന്നുണ്ട്. അതായത് കടന്നു കയറ്റിയത് രാഷ്ട്രീയക്കാരാണ് അത് നോക്കേണ്ടത്, ഞങ്ങളല്ലല്ലോ. അല്ല, അത് ഞങ്ങൾ രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ലല്ലോ. രാഷ്ട്രീയത്തിൽ ആരെ കയറ്റണമെന്നൊന്നും നമ്മളല്ലല്ലോ അത് നോക്കേണ്ടത്. ഞങ്ങൾ മതത്തിൽ എന്തെങ്കിലും വ്യതിചലനങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് പറയാനുള്ളൂ. എനിക്ക് മനസ്സിലായി. ഞാനത് മുമ്പായിട്ട് മറുപടി പറഞ്ഞതാണ്. വെൽഫെയർ പാർട്ടി അത് നിങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലേ? അങ്ങനല്ലേ? അപ്പൊ ജമാഅത്തെ ഇസ്ലാമികളോട് നമുക്ക് അവരുടെ ആശയങ്ങളോട് ആശയപരമായി ശക്തമായ എതിർപ്പുണ്ട്. അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും. അവരുമായിട്ട് യോജിപ്പില്ല. അപ്പൊ ആ കുട്ടി ചോദിച്ചതുപോലെ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ എതിർത്താനുള്ള സമസ്തന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാല് ആ പാരമ്പര്യമൊന്നും സമസ്ത തുടരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടുമ്പോൾ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ നയങ്ങൾ എന്താണ്, അത് നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ, അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അവരെ രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ പാർട്ടികളെ സംസ്ഥ എതിർക്കുമോ? രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ എതിർക്കലല്ല, രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങളങ്ങനെ അത് അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്റേതായ നയങ്ങളുണ്ടാവും. ആ നയത്തിൽ നിന്ന് അവര് പിന്തിരിയാത്ത കാലത്തോളം നമ്മളവരെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ എതിർക്കാം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ എതിർക്കാം. രാഷ്ട്രീയമായിട്ട് ബിജെപി ഉണ്ട്, ബിജെപി ഇതൊന്നും നമ്മുടെ പണിയല്ലല്ലോ. ജമാഅത്തുമായുള്ള ആശയത്തില് മതപരമായ ആശയത്തിൽ അവരോട് ഞങ്ങൾക്ക് എതിർപ്പിട്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെപ്പോഴും എതിർത്തുകൊണ്ടേ നിൽക്കണേ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അത് ആർക്കും രൂപീകരിക്കാലോ. അത് ജമാഅത്തിന് മാത്രമല്ല, ഇപ്പൊ മുജാഹിദീങ്ങൾക്ക് ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം. മനസ്സിലായില്ലേ? അത് ചിലപ്പോ ഞങ്ങൾ അഡ്രസ്സിലാണെങ്കിൽ അഡ്രസ്സിലല്ലാതെ അങ്ങനെ ആർക്കും രൂപീകരിക്കാമല്ലോ. അത് കൂട്ടുള്ളവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് കൂട്ടും ചെയ്യാമല്ലോ. ഞങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കാതെ പോയി. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഇതൊന്നും ഞങ്ങളെ പണിയല്ല. നമ്മളെ പണിയും കൂടെ ആയി ജയിക്കണമല്ലോ. അതെ, മുമ്പ് ജമാഅത്തെ ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ടാവും, എതിർക്കേണ്ടതാണല്ലോ. അത് മുക്കം പൈസ അല്ല, ആര് പറഞ്ഞാലും അത് എതിർക്കേണ്ടത് തന്നെ. സഖ്യത്തെ കുറിച്ച് വെൽഫെയർ സഖ്യത്തെ കുറിച്ച് ഉമർ ഫൈസി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളോടാണ് ചോദിക്കുന്നത്. അതിലൊരു പ്രശ്നം, ഈ പാണക്കാട് കുടുംബം സമസ്തയുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്, സമസ്തയുടെ വേദികളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ പാണക്കാട് കുടുംബത്തിൽ തന്നെയാണ് ഈ വെൽഫെയർ പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിനൊന്നും ഇപ്പൊ മറുപടി പറയേണ്ടതാണ് ഞാനല്ല. ഇതല്ല, ഞാനതിന് മറുപടി അത് ഓരോ രാഷ്ട്രീയക്കാർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ കക്ഷികൾ അത് ആരാണോ അവർക്ക് പ്രഖ്യാപിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്നും ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ.
അത് സാധാരണ സമസ്ത പ്രവർത്തകർക്ക് പൊതുജനത്തിന് സമസ്ത പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമില്ല. പക്ഷെ പൊതുജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാവും. പൊതുജനങ്ങൾക്കുള്ളത് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് സമസ്ത പ്രവർത്തകരുടെ ഇടയിൽ, സമസ്ത അനുഭാവികളുടെ ഇടയിൽ എത്തിയ ആശയങ്ങളുടെ ഇടയിലുള്ള ആശയം പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ. അല്ല, പൊതുസമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നേരത്തെ നമ്മൾ കണ്ടില്ല. അത്തരം പാർട്ടികൾ കൂട്ടുകൊണ്ടോട് അത്തരം മുന്നണികളും രാഷ്ട്രീയക്കാരും ഒക്കെ പാഠം പഠിക്കാതെ പഠിച്ചോട്ടെ എന്നുള്ള അതല്ല, അത് ഞങ്ങളുടെ മേഖലയിലത് പാഠം പഠിച്ചോട്ടെ എന്നല്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് MI 8 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാഠം പഠിച്ചോട്ടെ അതുകൊണ്ട് അത് ഞങ്ങളുടെ മേഖലയല്ല. അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കണില്ല. ശ്രദ്ധിക്കേണ്ടി വന്നാൽ ശ്രദ്ധിക്കും, അത് ഇപ്പോഴും ശ്രദ്ധിക്കണില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഞാനത് വലിയിട്ട് സത്യം പാടില്ല എന്നുള്ളത് പറയണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു വിവാദത്തിനൊന്നും ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പിന്നെ അങ്ങനെ വരുമ്പോ പറയാം. അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഈ പൊതു സ്വഭാവത്തിനെതിരായി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളതിനെ എതിർക്കൂലേ? ജമാഅത്തുമായുള്ള ആശയത്തില്, മതപരമായ ആശയത്തിൽ അവരോട് ഞങ്ങൾക്ക് എതിർപ്പിട്ടെന്ന് പറഞ്ഞില്ലേ? അത് നമ്മളെപ്പോഴും എതിർത്തുകൊണ്ടേ നിൽക്കണേ. അതെ, അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അത് ആർക്കും രൂപീകരിക്കാമല്ലോ. അത് ജമാഅത്തിന് മാത്രം ഇപ്പൊ മുജാഹിദീങ്ങൾക്ക് ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ ഞങ്ങൾ അഡ്രസ്സിലാണെങ്കിൽ അഡ്രസ്സിലല്ലാതെ അങ്ങനെ ആർക്കും രൂപീകരിക്കാമല്ലോ. അത് കൂടുള്ളവർക്കൊക്കെ രാഷ്ട്രീയമായിട്ടും കൂട്ടും ചെയ്യാറ്. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചോദിക്കാതെ പോയി ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല. നമ്മളെ പണിയും കൂടെ ആയി ജയിക്കണമല്ലോ.